ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മാളിക്കടവ് ഭാഗത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ പുള്ളാടിക്കുന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു വലിയൊരു ജംഗ്ഷനാണ്. അത്തോളി, കണ്ണൂർ, പാവങ്ങാട് അങ്ങനെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഒരു ജംഗ്ഷനും കൂടെ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് മാളിക്കടവ് മുതൽ പുള്ളാടിക്കുന്ന് വരെയുള്ള കാഴ്ചകളാണ്. NH66 പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞാൽ ഇവിടെ റോഡ് സൈഡിൽ ക്രാഷ് ബാരിയറുകൾ ഉണ്ടാക്കി വെച്ചത് കാണുന്നുണ്ട്. അല്ലാതെ ഇവിടെ വേറെ ഒരു വർക്കൊന്നും കാണുന്നില്ല. ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രം റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാണുന്നത് പഴയ റോഡാണ്. പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്നും വർക്കൊന്നും നടന്നത് കാണുന്നില്ല. അത്തരത്തിലുള്ള വർക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എന്താണെന്ന് അറിയില്ല. ആ ഭാഗത്തൊക്കെയുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ എത്തിയിട്ടുള്ളത് മാളിക്കടവ് ഭാഗത്താണ്. മാളിക്കടവ് ഭാഗത്തും ഇതേപോലെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചയാണ് ഇനി കാണിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. കാണാം, സർവീസ് റോഡൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡ്രെയിനേജിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു കമ്പിയൊക്കെ വെച്ച് കാണാം. കമ്പി പോലത്തെ ഒരു ഇത്. അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതിൻ്റെ കുറച്ച് ബാക്ക് ഭാഗത്ത് അപ്പുറത്ത് എന്തോ ഒന്ന് കാണുന്നുണ്ട്. അവിടെ പോയി നോക്കാം. ഒരു ഓവർ പാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ വൺ സൈഡിലാണ് വർക്ക് നടക്കണുള്ളൂ. ഒരു സൈഡിലൂടെ പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത് ഞാനൊരു 4 മാസം മുന്നേ വന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു വർക്ക്. ഇവിടെ വളരെ സ്ലോവിലാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഇതിൻ്റെ മേലിൽ സ്ലാബ് വാർക്കാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയുള്ള സ്റ്റേ കൊടുത്തതൊക്കെ നമുക്ക് കാണാം. ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ വളരെ സ്ലോവിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിലൂടെ വാഹനങ്ങളെ കടത്തി വിട്ടതിൻ്റെ ശേഷമായിരിക്കും മറ്റ് ഭാഗത്ത് വർക്ക് നടക്കുക. നമ്മുടെ മലപ്പുറം ജില്ല ഭാഗത്തൊക്കെ പറഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടാണ് നടക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ്. ഏതായാലും വർക്ക് നടക്കുന്നുണ്ട്, അടിപൊളിയാണ്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് ഇപ്പോൾ ഒരു സൈഡിൽ വർക്ക് നടക്കുന്നുള്ളൂ. ഇനി ഈ ഭാഗത്തോട്ടൊക്കെ മണ്ണെടുത്ത് ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷം ഈ സൈഡിലൊക്കെ വർക്ക് നടക്കുള്ളൂ. അതിൻ്റെ മുന്നോടിയായുള്ള അവിടെ റോഡ് ഇതിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് ഇതാ വർക്ക് കഴിഞ്ഞ ഭാഗം കാണാം. ഇവിടെ വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ പോകുന്നത് കാണാം. ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. അവിടെയൊക്കെ ഇതിൻ്റെ അനുബന്ധമായുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച കണ്ടില്ലേ, വലിയ ബീമുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാണാം. വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് വർക്കൊന്നുമില്ല. ലൈറ്റിൻ്റെ കാല് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ പെയിൻറ്റിങ് ചെയ്യേണ്ട, അതുപോലെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് കോട്ട് ടാറിങ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ കാര്യം ഇനി ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ മാളിക്കടവ് ഭാഗത്തുനിന്ന് പുള്ളാടിക്കുന്ന് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ വരുമ്പോൾ കുറച്ച് ഭാഗത്ത് വീണ്ടും ക്രാഷ് ബാരിയർ ബീമുകൾ കാണാം. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ NH66 ഭാഗമായിട്ട് കോഴിക്കോട് ഭാഗത്തും നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ചില ഭാഗത്താണ് സ്പീഡ് കുറവുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സ്പീഡ് കുറവ് പറഞ്ഞാൽ വലിയ പാലങ്ങൾ, അതുപോലെയുള്ള ഓവർപാസ്, അണ്ടർപാസ് എന്നീ ഭാഗങ്ങളിലൊക്കെയാണ് വർക്ക് കുറച്ച് സ്ലോ ആയിട്ടുള്ളത്. നിരന്നു പോകുന്ന ഭാഗത്തൊക്കെ നല്ല സ്പീഡിൽ തന്നെ വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറഞ്ഞാൽ കട്ട വെച്ച് പടുത്ത ഒരു സൈഡ് വാൾ കാണാം. ഇവിടെ പറഞ്ഞാൽ ഇതുപോലുള്ള വലിയ ഒരു വാളാണ് കൊടുത്തേക്കൊണ്ട് കാണാം നമുക്ക് ഒരു സ്ലാബ്.
ഈ സ്ലാബാണ് കോഴിക്കോട് ഭാഗത്തും അധികം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് നടത്തിയിട്ടുണ്ട്. ഇതുപോലുള്ളതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വർക്ക് കൂടുതൽ സ്പീഡിൽ നടക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം എന്തൊക്കെയാണ് പുള്ളാടിക്കുന്ന് ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട്. എനിക്ക് പേര് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നോക്കിയിട്ട് പറയാണ് കേട്ടോ. ഇത് കറക്റ്റാണോ അല്ലേ എന്നറിയില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കറക്റ്റ് പേര് അതാണെന്ന്. അപ്പോൾ ഇവിടെയും വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത്. വലിയ ഫ്ലൈ ഓവറാണ്, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞാൽ വലിയ ബീമുകൾ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചത് കാണാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോയിൻറ്റിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജോയിൻറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ മുകളിൽ വാർക്കാനുള്ള വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ക്രെയിന് കാണാൻ താഴെ. ഈ ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് കാണേണ്ടത്. നമുക്ക് ഇതിൻ്റെ മറ്റു ഭാഗത്തൊക്കെ പോയിട്ട് ഇനി വിശദമായിട്ട് കാണാം. മാളിക്കടവ് ഭാഗത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ പുള്ളാടിക്കുന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു വലിയൊരു ജംഗ്ഷനാണ്. അത്തോളി, കണ്ണൂർ, പാവങ്ങാട്, പരുന്തുരുത്തി അങ്ങനെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ഫ്ലൈ ഓവറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നീളം കുറച്ച് കൂടുതലുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടുത്തെ ഫ്ലൈ ഓവർ. സാധാരണ ഫ്ലൈ ഓവർ പോലെയല്ല, ഇവിടുത്തെ കുറച്ച് നീളം കൂടുതലായി തോന്നുന്നുണ്ട്. ഇതാണ് ആ ജംഗ്ഷന്. ഒരു സൈഡിൽ വർക്ക് ഫ്ലൈ ഓവറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിൽ ഇതിൻ്റെ ഫില്ലർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ കാണുന്ന കാഴ്ച. ഇതാണ് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, പഴയ ഒരു ബോർഡ് കാണാം നമുക്ക്. ഇതിൽ ഈ ജംഗ്ഷൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ഇത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ പല മെഷീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജംഗ്ഷൻ അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. ഇപ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട് ഇതിലൂടെ, ഓരോ ഭാഗത്തൂടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും പറയുകയാണ്. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.